Hi all, myself Lini, MCN 202 Constitution of India, Module 5, Lecture number 2 ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എമർജൻസി പ്രൊവിഷൻസ്, പബ്ലിക് സർവീസസ്, UPSC, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ഇത് നാലുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഫസ്റ്റ് വൺ, എമർജൻസി പ്രൊവിഷൻസ്. എമർജൻസി പ്രൊവിഷൻസ് ആർ കണ്ടൈൻഡ് ഫ്രം ആർട്ടിക്കിൾ 352 ടു 360. നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ് എമർജൻസി പ്രൊവിഷൻസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. These provisions enable the central government to meet any abnormal situation effectively and to safeguard the sovereignty, unity, integrity and security of the country, the democratic political system and the constitution. ഈ ഒരു അടിയന്തരാവസ്ഥ വ്യവസ്ഥ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനെ ഏതെങ്കിലും അസാധാരണ സാഹചര്യത്തെ ഫലപ്രദമായി നേരിടാനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏകത്വം, അഖണ്ഡത, ജനാധിപത്യ, രാഷ്ട്രീയ വ്യവസ്ഥ എന്നിവ സംരക്ഷിക്കുവാനും സഹായിക്കുന്നു. During an emergency, the central government becomes all powerful and the states go into the total control of the center. ഒരു അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും പവർഫുൾ ആയിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. ബാക്കി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് എല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൻ്റെ കീഴിലായിരിക്കും പ്രവർത്തിക്കുന്നത്. Constitution stipulates 3 types of emergencies. First one, an emergency due to war, external aggression or armed rebellion. This is popularly known as national emergency. However, the Constitution employs the expression proclamation of emergency to denote an emergency of this type. ആദ്യത്തേത് നാഷണൽ എമർജൻസി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസിയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് നാഷണൽ എമർജൻസി? ഒരു യുദ്ധമോ സായുധ കലാപമോ അല്ലെങ്കിൽ ബാഹ്യമായ എന്തെങ്കിലും ആക്രമണങ്ങളോ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഉള്ള അടിയന്തരാവസ്ഥയാണ് നാഷണൽ എമർജൻസി എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടന അടിയന്തരാവസ്ഥ പ്രഖ്യാപനം എന്നൊരു പ്രയോഗം ഉപയോഗിച്ചാണ് ഇതിനെ സൂചിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് സ്റ്റേറ്റ്സ് എമർജൻസി ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതെന്താ നോക്കാം. ആൻ എമർജൻസി ഡ്യൂ ടു ദ ഫെയിലർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ ദ സ്റ്റേറ്റ്. നമ്മുടെ രാജ്യത്തിലെ ഭരണഘടനാ സംവിധാനങ്ങളുടെ പരാജയത്തെ തുടർന്നുണ്ടാകുന്ന അടിയന്തരാവസ്ഥയാണിത്. ഇതിന് പ്രസിഡൻസ് റൂൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 356 പ്രസിഡൻസ് റൂളിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ബൈ 2 അതർ നെയിം, സ്റ്റേറ്റ് എമർജൻസി ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി. സ്റ്റേറ്റ് എമർജൻസി എന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി എന്നും ഇതിനെ അറിയപ്പെടുന്നു. അടുത്ത മൂന്നാമത്തേത് ഫിനാൻഷ്യൽ എമർജൻസി ഡ്യൂ ടു എ ത്രെറ്റ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓർ ക്രെഡിറ്റ് ഓഫ് ഇന്ത്യ. മൂന്നാമത്തേത് ഫിനാൻഷ്യൽ എമർജൻസിയാണ്. ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരതയ്ക്കുള്ള ഭീഷണിയെ തുടർന്നുണ്ടാകുന്നതാണ് ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നത്. അപ്പോൾ എമർജൻസീസ് 3 ടൈപ്പാണുള്ളത്. ആദ്യത്തേത് നാഷണൽ എമർജൻസി, യുദ്ധങ്ങൾ കാരണം ഉണ്ടാകുന്നത്. രണ്ടാമത്തേത് കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി, ഭരണഘടനാ സംവിധാനങ്ങളുടെ പരാജയത്തെ തുടർന്നുണ്ടാകുന്നത്. മൂന്നാമത്തേത് ഫിനാൻഷ്യൽ എമർജൻസി, നമ്മുടെ രാജ്യത്തിന് സാമ്പത്തിക സ്ഥിരതയ്ക്കുള്ള ഭീഷണി കാരണം ഉണ്ടാകുന്ന അടിയന്തരാവസ്ഥ. ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻ്റർകോഴ്സ്. India had borrowed this provision from Section 92 of the Australian Constitution. It also made sure to include the provision that the free flow of goods is allowed not only between different states but also within a state as well. ഈ ഒരു പ്രൊവിഷൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 92 സെക്ഷനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഇത് പ്രകാരം നമ്മുടെ രാജ്യത്ത് ഉടനീളം ചരക്കുകളുടെ സ്വതന്ത്രമായ നീക്കം അനുവദിച്ചിരിക്കുന്നു എന്നാണ് ഈ ഒരു വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്നത്. അത് വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ ഇടയിൽ മാത്രമല്ല, സംസ്ഥാനങ്ങൾ തമ്മിൽ മാത്രമല്ല, സംസ്ഥാനങ്ങൾക്കുള്ളിലും ചരക്കുകളുടെ സ്വതന്ത്രമായ നീക്കം അനുവദിച്ചിരിക്കുന്നു എന്നാണ് ഇത് പറയുന്നത്. Article 301 of the Indian Constitution provides that the trade, commerce and intercourse in the country should be free throughout the country. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 301 പറയുന്നതനുസരിച്ച് രാജ്യത്തുടനീളം ട്രേഡ്, കൊമേഴ്സ്, ഇൻ്റർകോഴ്സ് എല്ലാം സൗജന്യമായിരിക്കണം എന്നാണ്. This provision ensures removing the imposition of any restriction which may be put up. It ensures the free flow of goods toward the country. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തുടനീളം ചരക്കുകളുടെ സ്വതന്ത്രമായ നീക്കം ഇത് അനുവദിക്കുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റാനും ഈ ഒരു വ്യവസ്ഥ സഹായിക്കുന്നു. Comptroller and Auditor General of India. The Constitution of India provides for an independent office of the Comptroller and Auditor General of India. ഇന്ത്യൻ ഭരണഘടനയുടെ 148 ആർട്ടിക്കിൾ അനുസരിച്ച് ഇന്ത്യ CAG അതായത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അദ്ദേഹത്തിന് ഒരു സ്വതന്ത്രമായ ഒരു അധികാരമാണ് നൽകിയിരിക്കുന്നത്. ഹി ഈസ് ദ ഹെഡ് ഓഫ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്.
ഇന്ത്യൻ ഓഡിറ്റിൻ്റെയും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഹെഡാണ് CAG എന്ന് പറയുന്നത്. ഹിസ് ഡ്യൂട്ടി ഈസ് ടു അപ്ഹോൾഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ദ ലോസ് ഓഫ് പാർലമെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സാമ്പത്തിക ഭരണരംഗത്ത് ഇന്ത്യൻ ഭരണഘടനയും അതുപോലെ പാർലമെൻറ്റിൻ്റെ നിയമങ്ങളും ഉയർത്തിപ്പിടിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം. അപ്പോയിൻമെൻറ്റ് ആൻഡ് ടേം. ദ CAG ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. CAGക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഹി ഹോൾഡ്സ് ഓഫീസ് ഫോർ എ പീരീഡ് ഓഫ് 6 years ഓർ അപ് ടു ദ ഏജ് ഓഫ് 65 years വിച്ച് അവർ ഈസ് ഏർലിയർ. അദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്, അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ്. അടുത്ത CAGയുടെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഹി ഓഡിറ്റ്സ് ദ അക്കൗണ്ട് റിലേറ്റഡ് ടു ഓൾ എക്സ്പെൻഡിച്ചർ ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏകീകൃത ഫണ്ടിൽ നിന്നുള്ള എല്ലാ ചെലവുകളുമായും ബന്ധപ്പെട്ട കണക്കുകൾ അദ്ദേഹം ഓഡിറ്റ് ചെയ്യുന്നു. ഹി ഓഡിറ്റ്സ് ഓൾ ട്രേഡിംഗ്, മാനുഫാക്ചറിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ്, ബാലൻസ് ഷീറ്റ് ആൻഡ് അതർ സബ്സിഡറി അക്കൗണ്ട്സ് kept by any department of the central government and state governments. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഏതെങ്കിലും വകുപ്പുകൾ സൂക്ഷിക്കുന്ന എല്ലാ വ്യാപാര, നിർമ്മാണ, ലാഭനഷ്ട കണക്കുകൾ, അതുപോലെ ബാലൻസ് ഷീറ്റുകൾ, ഇതെല്ലാം തന്നെ അദ്ദേഹം ഓഡിറ്റ് ചെയ്യുന്നു. ഹി ഓഡിറ്റ്സ് ദ റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ സെൻറ്റർ ആൻഡ് ഈച്ച് സ്റ്റേറ്റ്. കേന്ദ്രത്തിൻ്റെ അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളുടെയും വരവ് ചിലവ് കണക്കുകളെല്ലാം അദ്ദേഹം ഓഡിറ്റ് ചെയ്യുന്നു. He audits the receipts and expenditure of all bodies and authorities substantially financed from the central or state revenues. കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിൽ നിന്ന് കാര്യമായ സാമ്പത്തിക സഹായം ലഭിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും അധികാരികളുടെയും വരവ് ചെലവ് കണക്കുകളും അദ്ദേഹം ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഹി ഓഡിറ്റ്സ് ദ അക്കൗണ്ട് ഓഫ് എനി അതർ അതോറിറ്റി വെൻ റിക്വസ്റ്റഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓർ ഗവർണർ. രാഷ്ട്രപതിയോ അല്ലെങ്കിൽ ഗവർണറോ ആവശ്യപ്പെടുന്ന പ്രകാരം മറ്റേത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെയും അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് അധികാരികളുടെ അക്കൗണ്ടുകൾ അദ്ദേഹത്തിന് ഓഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഹി ആക്ട്സ് ആസ് എ ഗൈഡ്, ഫ്രണ്ട് ആൻഡ് ഫിലോസഫർ ഓഫ് ദ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഓഫ് ദ പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ വഴികാട്ടിയായും സുഹൃത്തായും ഒരു തത്വചിന്തകനായും അദ്ദേഹം പ്രവർത്തിക്കുന്നു. നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് പബ്ലിക് സർവീസസ് എന്ന ടോപ്പിക്കാണ്. ദ പബ്ലിക് സർവീസസ് ഇൻ ഇന്ത്യ ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 3 categories. ഇന്ത്യയിലുള്ള പബ്ലിക് സർവീസസിനെ 3 കാറ്റഗറി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓൾ ഇന്ത്യ സർവീസസ്, സെൻട്രൽ സർവീസസ് ആൻഡ് സ്റ്റേറ്റ് സർവീസസ്. അപ്പോൾ ഇത് 3 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തേത് ഓൾ ഇന്ത്യ സർവീസസ്. ഓൾ ഇന്ത്യ സർവീസസ് ആർ ദോസ് സർവീസസ് വിച്ച് ആർ കോമൺ ടു ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. സെൻട്രൽ ഗവൺമെൻറ്റിനും അതേസമയം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരേപോലെ പൊതുവായിട്ടുള്ളതാണ് ഓൾ ഇന്ത്യ സർവീസസ് എന്ന് പറയുന്നത്. The members of these services occupy top positions under both the center and states and serve them by turns. ഈ സേവനങ്ങളിലെ അംഗങ്ങൾ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും കീഴിലുള്ള ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നു. അറ്റ് പ്രസൻറ്റ് there are 3 ഓൾ ഇന്ത്യ സർവീസസ്. നിലവിൽ 3 ഓൾ ഇന്ത്യ സർവീസസ് ആണുള്ളത്. നമുക്കറിയാം IAS, IPS ആൻഡ് IFS. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് ആൻഡ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. പബ്ലിക് സർവീസസിലെ ഫസ്റ്റ് കാറ്റഗറിയായ ഓൾ ഇന്ത്യ സർവീസസ് നമ്മൾ നോക്കി. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് സെൻട്രൽ സർവീസസ് ആണ്. ദി പേഴ്സണൽ ഓഫ് സെൻട്രൽ സർവീസസ് വർക്ക് അണ്ടർ ദ എക്സ്ക്ലൂസീവ് ജുറിസ്ഡിക്ഷൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. ദേ ഹോൾഡ് സ്പെഷ്യലൈസ്ഡ് പൊസിഷൻസ് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് അവർ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രത്യേക അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല അവർ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ പ്രത്യേക പദവികൾ വഹിക്കുന്നവരാണ്. സർവീസസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C ആൻഡ് ഗ്രൂപ്പ് D. അപ്പോൾ ഈ സെൻട്രൽ സർവീസസിനെ 4 ഗ്രൂപ്പായിട്ട്, A എന്നും B എന്നും C എന്നും D എന്നും പേരുള്ള 4 ഗ്രൂപ്പായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്ത് നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ് സർവീസസ്. ദി പേഴ്സണൽ ഓഫ് സ്റ്റേറ്റ് സർവീസസ് വർക്ക് അണ്ടർ ദ എക്സ്ക്ലൂസീവ് ജുറിസ്ഡിക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ദി ഹോൾഡ് ഡിഫറെൻറ്റ് പൊസിഷൻസ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. നമ്മൾ നേരത്തെ സെൻട്രൽ സർവീസസ് നോക്കിയതുപോലെ അവിടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥാനത്ത് ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആവുന്നു. അത് മാത്രമേ വ്യത്യാസം. ഇവിടെ സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക അധികാര പരിധിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നു. മാത്രമല്ല അവർ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ പ്രത്യേക പദവികൾ വഹിക്കുന്നു. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് അടുത്ത ടോപ്പിക്കാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ UPSSC. ദി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഈസ് ദ സെൻട്രൽ റിക്രൂട്ടിംഗ് ഏജൻസി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കേന്ദ്ര നിയമന ഏജൻസിയാണ് UPSC എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ
ഓരോ പബ്ലിക് സർവീസസ് അതിലേക്ക് ആളുകളെ നിയമിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു എക്സാംസൊക്കെ ഉണ്ട്. ആ എക്സാംസൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഈ UPSC ആണ്. ആർട്ടിക്കിൾ 350 to 323 in the Constitution contain elaborate provisions regarding the composition, appointment and removal of members along with the independence, powers and functions of UPSC. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 315 ഈ മെമ്പേഴ്സിൻ്റെ നിയമനം, അതുപോലെ അവരുടെ നീക്കം ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിപുലമായ വ്യവസ്ഥകൾ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ UPSCയുടെ സ്വതന്ത്ര അധികാരങ്ങൾ, പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ്. The UPSC consists of a chairman and other members appointed by the President of India. UPSCയിൽ ഒരു ചെയർമാൻ കാണും, മാത്രമല്ല നമ്മുടെ രാഷ്ട്രപതി നിയമിക്കുന്ന ബാക്കി മെമ്പേഴ്സും കാണും. യൂഷ്വലി ദ കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് 9 to 11 മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ചെയർമാൻ. സാധാരണയായിട്ട് ചെയർമാനെയും കൂടെ ഉൾപ്പെടുത്തി 9 മുതൽ 11 അംഗങ്ങൾ വരെയാണ് UPSCയിൽ ഉള്ളത്. The chairman and members of the commission hold office for a term of 6 years or until they attain the age of 65 years. അപ്പോൾ ഈ ഒരു കമ്മീഷനിലെ മെമ്പേഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്, അല്ലെങ്കിൽ അവർക്ക് 65 വയസ്സാകുന്നത് വരെ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് UPSCയുടെ ഫങ്ഷൻസ് ആണ്. ഇറ്റ് കണ്ടക്ട്സ് എക്സാമിനേഷൻസ് ഫോർ അപ്പോയിൻമെൻറ്റ്സ് ടു ദ ഓൾ ഇന്ത്യ സർവീസസ്, സെൻട്രൽ സർവീസസ് ആൻഡ് പബ്ലിക് സർവീസസ് ഓഫ് ദ സെൻട്രലി അഡ്മിനിസ്ട്രേറ്റഡ് ടെറിട്ടറീസ്. അതായത് നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പൊതുസേവനങ്ങളിലേക്കും അതുപോലെ അഖിലേന്ത്യാ സർവീസുകളിലേക്കുമുള്ള നിയമനങ്ങൾക്ക് വേണ്ടിയുള്ള പരീക്ഷകൾ നടത്തുന്നത് UPSC ആണ്. It serves all or any of the needs of the state on the request of state governor and with the approval of the President of India. സംസ്ഥാന ഗവർണറുടെ അഭ്യർത്ഥന പ്രകാരം ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ഒരു സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് UPSC ആണ്. All matters relating to the methods of recruitments to civil services and civil post. സിവിൽ സർവീസസിലേക്കും സിവിൽ പോസ്റ്റിലേക്കുള്ള എല്ലാ നിയമന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഡീൽ ചെയ്യുന്നത് UPSC ആണ്. എനി അതർ മാറ്റർ റിലേറ്റഡ് ടു പേഴ്സണൽ മാനേജ്മെൻറ്റ് ബന്ധപ്പെട്ട മറ്റെന്ത് കാര്യങ്ങളായാലും അതെല്ലാം ഡീൽ ചെയ്യുന്നത് UPSC ആണ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് എന്ന ടോപ്പിക്കാണ്. ആർട്ടിക്കിൾ 323A empowers the Parliament to provide for the establishment of administrative tribunals for the adjudication of disputes relating to recruitment and conditions of service of persons appointed to public services of the center, the states, local bodies, public corporations and other public authorities. അപ്പോൾ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് എന്ന് നോക്കാം. കേന്ദ്ര സംസ്ഥാനങ്ങൾ, അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ, പൊതു കോർപ്പറേഷനുകൾ തുടങ്ങിയവയിലേക്ക് നിയമിക്കപ്പെടുന്ന വ്യക്തികളുടെ നിയമനം, അവരുടെ സേവന വ്യവസ്ഥകളെ സംബന്ധിച്ച തർക്കങ്ങൾ എന്നിവയ്ക്ക് തീർപ്പാക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആണ്. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് സ്ഥാപിക്കാൻ പാർലമെൻറ്റിനെ അധികാരപ്പെടുത്തുന്നത് നമ്മുടെ ഭരണഘടനയിലെ 323 ആർട്ടിക്കിളാണ്. In 1985, the Act authorizes the central government to establish one central administrative tribunal and the state administrative tribunals. 1985 നിലവിൽ വന്ന ആക്ട് പ്രകാരം ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും അതുപോലെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസും സ്ഥാപിക്കാൻ സെൻട്രൽ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തുന്നു. അപ്പോൾ നമുക്കിനി എന്താണ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്നും എന്താണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്നും പഠിക്കാനുണ്ട്. ഇതായി എന്താണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് നോക്കാം. ദി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വാസ് സെറ്റപ്പ് ഇൻ 1985 വിത്ത് ദ പ്രിൻസിപ്പൽ ബെഞ്ച് അറ്റ് ഡൽഹി ആൻഡ് അഡീഷണൽ ബെഞ്ചസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആദ്യമായിട്ട് നിലവിൽ വന്നത് 1985 അന്ന് പ്രിൻസിപ്പൽ ബെഞ്ച് ഡൽഹിയിലും ബാക്കി അഡീഷണൽ ബെഞ്ചസ് പല സ്റ്റേറ്റുകളിലുമായിരുന്നു. At present, it has 17 regular benches, 15 of which operate at the principal seats of High Court and the remaining 2 at Jaipur and Lucknow. നിലവിലെ 17 റെഗുലർ ബെഞ്ചുകളാണ് ഉള്ളത്. അതിൽ 15 പ്രവർത്തിക്കുന്നത് ഹൈക്കോർട്ടിലും ബാക്കി 2 ജയ്പൂരിലും ലക്നൌവിലുമാണ്. The CIT is a multi-membered body consisting of a chairman and members. CIT എന്ന് പറയുമ്പോൾ ഒന്നിലധികം വ്യക്തികൾ അതിലെ മെമ്പേഴ്സാണ്, ചെയർമാൻ ഉൾപ്പെടെ. The CIT exercises original jurisdiction in relation to recruitment and all services matters of public servants covered by it. എല്ലാ പബ്ലിക് സർവൻസിൻ്റെയും സർവീസ് മാറ്റേഴ്സ്, അവരുടെ റിക്രൂട്ട്മെൻറ്റ്സ് എല്ലാം ഡീൽ ചെയ്യുന്നത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ്.
അടുത്തതായി എന്താണ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് എന്ന് നോക്കാം. ദി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആക്ട് ഓഫ് 1985 empowers the central government to establish the state administrative tribunals on specific request of the concerned state governments. പ്രസ്തുത സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അഭ്യർത്ഥന പ്രകാരം അവിടെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് സ്ഥാപിക്കുന്നതിന് 1985 നിലവിൽ വന്ന ആക്ട് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ്റിനെ അത് ശക്തീകരിക്കുന്നു. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ്. ദി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആക്ട് ഓഫ് 1985 empowers the central government to establish the state administrative tribunals ഓൺ സ്പെസിഫിക് റിക്വസ്റ്റ് ഓഫ് ദ കൺസേൺഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. പ്രസ്തുത സംസ്ഥാന സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരം അതത് സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് സ്ഥാപിക്കുന്നതിന് സെൻട്രൽ ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തിയ ഒരു ആക്ട് ആയിരുന്നു 1985 നിലവിൽ വന്ന ദി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആക്ട്. SIT exercises original jurisdiction in relation to recruitment and all service matters of state government employees. സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ പബ്ലിക് സർവീസസിലെയുള്ള വ്യക്തികളുടെ റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് SIT ആണ്. ദി ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ SATs ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺഡ്. പ്രസ്തുത സംസ്ഥാനത്തിൻ്റെ ഗവർണറുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം പ്രസിഡൻ്റാണ് SITയിലെ മെമ്പേഴ്സിനെയും ചെയർമാനെയും നിയമിക്കുന്നത്. There is also a provision for setting up of joint administrative tribunal for 2 or more states. രണ്ടോ അതിലധികമോ സ്റ്റേറ്റ്സുകളെ ചേർത്തുകൊണ്ട് ഒരു ജോയിൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്ഥാപിക്കാനുള്ള വ്യവസ്ഥയും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.